Okay, children, our next story is a sub-story from Mahabharata, Savitri and Satyavan. A story from Mahabharata. When Pandavas were in exile, sages and friends visited them to make them feel good. പാണ്ഡവർ അജ്ഞാതവാസത്തിൽ കഴിയുന്ന സമയത്ത് അവർ ഒരുപാട് മുനിമാരും കൂട്ടുകാരും എല്ലാം കാണാൻ വരാറുണ്ട്. കാരണം അവർക്ക് സന്തോഷം നൽകാനായിട്ട്, അവർക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട്. Sage Markandeya told them the story of Savitri, an ideal wife who got the life of her husband restored from Yama by the strength of her virtues. അപ്പോൾ സേജ് മാർക്കാണ്ഡേയൻ അവരോട് ഒരു സാവിത്രി ദേവിയെക്കുറിച്ചുള്ള കഥ പറഞ്ഞു കൊടുത്തു. ആരാണ് ഈ സാവിത്രി? സാവിത്രി ഒരു ഉത്തമയായ ഭാര്യയായിരുന്നു. സാവിത്രിയുടെ പതിയുടെ, അതായത് ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം സാവിത്രി തൻ്റെ നന്മകൾ മൂലം, വെർച്യൂസ് കൊണ്ട് ആ യമദേവനിൽ നിന്ന് ആ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ് മാർക്കാണ്ഡേയ മുനി. ദ കിങ് ഓഫ് മാദ്ര അശ്വപതി വാസ് പയസ് ആൻഡ് ഹൈസോൾഡ്. മാദ്രയിലെ രാജാവായിട്ടുള്ള അശ്വപതി വളരെ നല്ല മനുഷ്യനായിരുന്നു. ഹി ഡിഡ് നോട്ട് ഹാവ് എനി ചിൽഡ്രൻ. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. ഹി പെർഫോംഡ് austerities and gave offerings to Savitri Devi for 18 years. അപ്പം അദ്ദേഹം ഓസ്ട്രൈറ്റീസ് ഒക്കെ പെർഫോം ചെയ്ത്, അതായത് ചെലവ് ചുരുക്കൽ ആണ് ഓസ്ട്രൈറ്റീസ് എന്ന് പറഞ്ഞാൽ, എല്ലാം പെർഫോം ചെയ്ത് സാവിത്രി ദേവി സാവിത്രിക്ക് 18 years ദേവി സാവിത്രിയെ അദ്ദേഹം പൂജിച്ചു, അല്ലെങ്കിൽ തപസ് ചെയ്തു. പ്ലീസ്ഡ് ബൈ ഹിസ് പെനൻസ്, അവരുടെ തപസ്സിൽ സന്തുഷ്ടയായിട്ടുള്ള സാവിത്രി ദേവി ഗേവ് ഹിം എ ബൂൺ ഓഫ് എ ചൈൽഡ്, ഒരു കുട്ടിയെ പരമായി നൽകി. സൂൺ എ ബേബി ഗേൾ വാസ് ബോൺ ടു ദ റോയൽ കപ്പിൾ. അങ്ങനെ ആ രാജാവിനും രാജ്ഞിക്കും ഒരു കുട്ടിയുണ്ടായി. ഷി വാസ് കാൾഡ് സാവിത്രി. അപ്പോൾ ആ ദേവിയുടെ നാമമായിട്ടുള്ള സാവിത്രി എന്ന് തന്നെ ആ കുഞ്ഞിന് പേരും കൊടുത്തു. ആഫ്റ്റർ ദ ഗോഡസ് ഹു ബ്ലെസ് ദം, ആ ദേവിയുടെ നാമം തന്നെ കൊടുത്തു. ഇൻ ഡ്യൂ ടൈം സാവിത്രി ഗ്രൂ ഇൻറ്റു എ വെരി ബ്യൂട്ടിഫുൾ മെയ്ഡൻ ഷൈനിങ് വിത്ത് ഡിവൈൻ സ്പ്ലെൻഡർ. അങ്ങനെ സാവിത്രി വളരെ നല്ല ഒരു യുവതിയായിട്ട് മാറി, വളർന്ന് വലുതായി. ദ കിങ് ബിക്കെയിം ആങ്ഷ്യസ് സിൻസ് നോബഡി കെയിം ഫോർവേഡ് ടു മാരി ഹെർ. ആരും അവളെ വിവാഹം ചെയ്യാനായിട്ട് തയ്യാറായി മുന്നോട്ട് വന്നിരുന്നില്ല. അപ്പോൾ അത് കാരണം കിങ് വളരെ ആങ്ഷ്യസ് ആയിരുന്നു. വൺ ഡേ അശ്വപതി സെറ്റ് ടു സാവിത്രി. ഒരു ദിവസം അശ്വപതി രാജാവ് സാവിത്രിയോട് പറഞ്ഞു, ഡോട്ടർ, സെറ്റ് ഔട്ട് ഓൺ എ ജേർണി ആൻഡ് ഫൈൻഡ് യുവർ സ്യൂട്ടർ യുവർ സെൽഫ്. നമുക്കൊരു യാത്ര പോകാം, എന്നിട്ട് നീ തന്നെ നിൻ്റെ വരനെ കണ്ടുപിടിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. വളരെ ഡിവിനിറ്റി ഉള്ള ഒരു കുട്ടിയായിരുന്നു സാവിത്രി. അത് കാരണം ആരും അവളെ വിവാഹം ചെയ്യാനായിട്ട് വന്നിരുന്നില്ല. സാവിത്രി സെറ്റ് ഔട്ട് ഓൺ എ പിൽഗ്രിമേജ് വിസിറ്റിംഗ് ഹെർമിറ്റേജസ് ആൻഡ് ഹോളി പ്ലേസസ് അലോങ് വിത്ത് ദ മിനിസ്റ്റേഴ്സ് ആൻഡ് റിറ്റന്യൂ. അതായത് സാവിത്രി തൻ്റെ എല്ലാ പിൽഗ്രിമേജുകളും, തീർത്ഥാടന സ്ഥലങ്ങളും ആശ്രമങ്ങളും എല്ലാം വിസിറ്റ് ചെയ്തു. തൻ്റെ കൂടെയുള്ള മന്ത്രിമാരും മറ്റുള്ള പരിവാരങ്ങളായിട്ട് സാവിത്രി ആശ്രമങ്ങളും അതുപോലെയുള്ള തീർത്ഥാടന സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. ഓൺ റിട്ടേൺ വെൻ ഷീ വെൻ ടു മീറ്റ് ഹെർ ഫാദർ, അങ്ങനെ അവസാനം അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി. ഷീ സോ സേസ് നാരദ ഇൻ ദ റോയൽ കോർട്ട്. അപ്പോൾ സാവിത്രി കണ്ടു, നാരദ മുനിയെ കണ്ടു, കോർട്ടിൽ നാരദ മുനിയെ കണ്ടു. സാവിത്രി പ്രൊസ്ട്രേറ്റഡ് ടു ദ ഗ്രേറ്റ് സേജ് ആൻഡ് ടു ഹെർ ഫാദർ. സാവിത്രി രണ്ടുപേരെയും വിഷ് ചെയ്തു, ഫാദറിനെയും അതുപോലെ ഗ്രേറ്റ് സേജ് ആയിട്ടുള്ള നാരദ മുനിയെയും. ഷീ സെഡ്, ഫാദർ, ഐ ഹാവ് കംപ്ലീറ്റഡ് ദ മിഷൻ. ഞാൻ എൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്തു. ആശ്രമങ്ങളൊക്കെ വിസിറ്റ് ചെയ്തു, തീർത്ഥാടന സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തു. ദർ വാസ് എ കിങ് ഇൻ ശല്യ ദ്യുമസേന ബൈ നെയിം. ഹി ഹാപ്പൻ ടു ലോസ് ഹിസ് ഹൈസ്. അവിടെ ഒരു രാജാവുണ്ട്, ശല്യ എന്ന് പേരുള്ള ദ കിങ് ഇൻ ശല്യ ദ്യുമസേന എന്ന പേരുള്ള ഒരു രാജാവുണ്ട് ശല്യ എന്നുള്ള സ്ഥലത്ത്. ഹി ഹാപ്പൻ ടു ലൂസ് ഹിസ് ഐസ്. അത് ആ ശല്യ കൺട്രിയിലുള്ള ദ്യുമസേന എന്നുള്ള രാജാവിൻ്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടാണ്, അദ്ദേഹം അന്ധനാണ്. ഹിസ് ലോങ് ടേം എനിമി അറ്റാക്ഡ് ഹിം. അദ്ദേഹത്തിന് ശത്രുക്കൾ അറ്റാക്ക് ചെയ്യുകയാണ്. കോൺകേർഡ് ഹിസ് കിങ്ഡം. അദ്ദേഹത്തിൻ്റെ രാജ്യം അധീനതയിലാക്കിയിട്ടുണ്ട്. ആൻഡ് എക്സൈൽ ഹിം അലോങ് വിത്ത് ഹിസ് വൈഫ് ആൻഡ് സൺ. അത് കാരണം അദ്ദേഹം ഇപ്പോൾ
അജ്ഞാതവാസത്തിൽ ഭാര്യയോടും മകനോടും കൂടെ താമസിക്കുകയാണ്. ദ കിങ് ഈസ് ഇൻ എ ഫോറസ്റ്റ് ഡൂയിങ് തപസ്. ആ രാജാവ് തപസ് ചെയ്ത് വനത്തിൽ താമസിക്കുകയാണ്. ഇറ്റ് ഈസ് ഹിസ് സൺ സത്യവാൻ ദാറ്റ് ഐ ചൂസ് ടു മാരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള സത്യവാനെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. സെയ്സ് നാരദ എക്സ്റ്റോൾ ദ വെർച്യൂസ് ഓഫ് സത്യവാൻ ഇൻ മെനി വേർഡ്സ്. അപ്പം നാരദമുനി ഇത് കേട്ട് സത്യവാൻ്റെ ഗുണഗണങ്ങളൊക്കെ വർണ്ണിച്ചു. Then he added, but there is just one defect. He is doomed to die in 1 year from today. അപ്പോൾ പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ സത്യവാൻ ഇന്നു മുതൽ ഒരു വർഷം he is doomed to die in 1 year from today. ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം മരിക്കും എന്നുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ആയുസ് വളരെ കുറവാണ്. The king suggested to Savitri to go out once again and make another choice. അപ്പോൾ ഇത്ര കുറഞ്ഞ ആയുസ്സുള്ള ഒരു ആളെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല രാജാവ് പറയാണ് വേറൊരു ചോയ്സ് കണ്ടെത്താൻ പറയുകയാണ്, വേറെ ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറയുകയാണ്. ബട്ട് സാവിത്രി സെഡ്, ഫാദർ, ഐ ഹാവ് മെയ്ഡ് ദ ചോയ്സ് വെദർ ഹിസ് ലൈഫ് ഈസ് ഷോർട്ട് ഓർ ലോങ്. എനിക്ക് ഇത് തന്നെയാണ് എൻ്റെ ചോയ്സ് എന്ന് സാവിത്രി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഐ ഷാൾ നോട്ട് ചേഞ്ച് മൈ മൈൻഡ്, ഞാൻ എൻ്റെ മനസ്സ് മാറ്റില്ല എന്ന് സാവിത്രി പറയുകയാണ്. സെയ്സ് നാരദ അപ്രൂവ്ഡ് ഓഫ് സാവിത്രീസ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ആൻഡ് ആസ്ക്ഡ് അശ്വപതി ടു ഗോ അഹെഡ് വിത്ത് ദ മാരേജ് സെറമണി. അപ്പോൾ നാരദമുനി പറയുകയാണ് സാവിത്രിയുടെ ആ ഉറച്ച വിശ്വാസവും എല്ലാം കണ്ടിട്ട് ആ നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ നാരദമുനി പറഞ്ഞു അശ്വപതി വിവാഹം നടത്തി കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. On an auspicious day, the king set out with his retinue, and all the preparations for the marriage to the forest were led Dhumasena. അപ്പോൾ രാജാവ് എല്ലാ ആഘോഷങ്ങളോടും കൂടെ വനത്തിലേക്ക് ചെന്ന് എല്ലാ പ്രിപ്പറേഷനും നടത്തി വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി. Ashwapati narrated the whole episode of Savitri choosing Satyavan for a husband and requested the king to accept the offer. അപ്പോൾ ആ രാജാവിനോട് അന്ധനായ ധുമസേനോട് ആവശ്യപ്പെടുകയാണ് ഈ ഓഫർ സ്വീകരിക്കാനായിട്ട്. ധുമസേന സ്പോക്ക് അബൌട്ട് ദ പ്ലൈറ്റ് ഇൻ വിച്ച് ഹീ ആൻഡ് ഹിസ് ഫാമിലി വാസ്. അവരുടെ അവസ്ഥയെക്കുറിച്ച് ധുമസേനൻ രാജാവിനോട് പറയുകയാണ്. He said he had desired for such an alliance once upon a time when he had the kingdom. അപ്പോൾ ഇത് രാജ്യം തിരിച്ചു കിട്ടിയതിന് ശേഷം ഈ അലിയൻസ് സ്വീകരിക്കാം എന്ന് പറയുകയാണ് രാജാവ്. ബട്ട് അശ്വപതി എക്സ്പ്ലെയിൻ ഹൗ adamant Savitri was in this matter and told that says Narada consented to it. അപ്പോൾ അശ്വപതി പറയുകയാണ് സാവിത്രി എത്ര അഡമൻ്റാണ്, ഹൗ അഡമൻറ്റ് സാവിത്രി വാസ് ഇൻ ദിസ് മാറ്റർ. ഈ മാറ്ററിൽ എത്ര അഡമൻ്റാണ് സാവിത്രി, എത്ര ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് അശ്വപതി അപ്പോൾ ധുമസേനോട് പറയുകയാണ്. സാവിത്രി ഇതിൻ്റെ ഉറച്ചു നിൽക്കുകയാണ് ഈ ബന്ധത്തിൻ്റെ മുകളിൽ, ഈ ബന്ധത്തിൽ. നാരദമുനിയാണെങ്കിൽ സമ്മതിക്കുകയും ചെയ്തു. സൂൺ ദ സെറമണി വാസ് പെർഫോംഡ്. അങ്ങനെ വിവാഹം നടത്തി. ആൻഡ് അശ്വപതി റിട്ടേൺ ടു മധുര. അങ്ങനെ അശ്വപതി രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. ബോത്ത് സത്യവാൻ ആൻഡ് സാവിത്രി വർ ഹാപ്പി ടു ബി കമ്പാനിയൻ. സത്യവാനും സാവിത്രിയും വളരെ സന്തോഷത്തോടെ ജീവിച്ചു. സാവിത്രി ടുക്ക് ഓഫ് ആൾ ഹെർ സിൽസ് ആൻഡ് ജ്വൽസ് ആൻഡ് വോർ ബാർക്ക് ഡ്രസ്. സാവിത്രി രാജകുമാരിയായിട്ടുള്ള സാവിത്രി തൻ്റെ എല്ലാ ആഭരണങ്ങളും തൻ്റെ സിൽക്ക് വസ്ത്രങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ബാർക്ക് ഡ്രസ്, അതായത് മരവുരി ധരിക്കാൻ തുടങ്ങി. കാട്ടിലല്ലേ ജീവിക്കുന്നത്, അപ്പോൾ മരവുരി ധരിക്കാൻ തുടങ്ങി. ഷീ സെർവ്ഡ് ഹെർ ഇൻലോസ് വിത്ത് റെവറൻസ് ആൻഡ് ലവ്. അവൾ അവളുടെ ഇൻലോസിനെ വളരെ സ്നേഹത്തോടെ പരിചരിക്കാൻ തുടങ്ങി. ഷീ ഡിഡ് നോട്ട് സ്പീക്ക് ഇൻ ദ പ്രസൻസ് ആസ് എ മാർക്ക് ഓഫ് റെസ്പെക്ട്. അവൾ അവരുടെ മുന്നിൽ സംസാരിക്കില്ലായിരുന്നു. ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട്, അവരെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ മുന്നിലൊന്നും അവൾ സംസാരിക്കില്ലായിരുന്നു. ഷീ ബിക്കെയിം എ ലവിങ് വൈഫ് ടു സത്യവാൻ. സത്യവാൻ അവൾ വളരെ സ്നേഹവതിയായ ഭാര്യയായിരുന്നു. സാവിത്രി ആൾസോ ടുക്ക് ദ റിഗറസ് ഓസ്റ്ററൈറ്റീസ് ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് വർഷിപ്പ്. സാവിത്രി ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഭക്തിയുടെ ഭാഗമായിട്ട് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കാൻ തുടങ്ങി. ഷീ ബിഗെയിൻ കൗണ്ടിങ് ഡേയ്സ്. അങ്ങനെ സാവിത്രിക്ക് സത്യവാൻ്റെ അവസ്ഥയെക്കുറിച്ചും ആയുസ്സിനെക്കുറിച്ചും എല്ലാം സാവിത്രിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ
ദിവസങ്ങൾ കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നു. കാരണം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എന്നാണല്ലോ പറയുക, ഇന്നത് മുതൽ ഒരു വർഷം ആവുമ്പോഴേക്കും എന്നല്ലേ പറഞ്ഞത്. ആസ് ദ ഡേ ഓഫ് സത്യവാൻസ് ഡെത്ത് നിയേർഡ്, സത്യവാൻ്റെ മരണം അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഒരു വർഷം തികഞ്ഞാൽ എന്നല്ലേ പറഞ്ഞത്. ഹെർ പെനൻസ് ബിക്കെയിം മോർ ഇൻറ്റൻസ്, അവളുടെ ആ തപസ് കുറച്ചുകൂടെ വളരെ ശക്തമാവാൻ തുടങ്ങി, അവളുടെ ഫാസ്റ്റിങ്ങും അവളുടെ തപസ്സും എല്ലാം. പയസ് കിങ് ആൻഡ് ഹിസ് വൈഫ് ബ്ലെസ്ഡ് ഹെർ ദാറ്റ് ഹെർ പെനൻസ് ബോർ ദ ഫ്രൂട്ട്സ് ഷീ ഡിസയേർഡ്. അപ്പോൾ എന്തിനാണ് അവൾ അങ്ങനെ തപസ് ചെയ്യുന്നതെന്ന് രാജാവിന് അറിയില്ല. അപ്പോൾ രാജാവും രാജ്ഞിയും അവളെ അനുഗ്രഹിച്ചു, എന്തായാലും അവളുടെ ആ തപസ് ഫലിക്കട്ടെ എന്ന്. 3 days were left. സാവിത്രി ഗേവ് അപ്പ് ഫുഡ് ആൻഡ് സ്ലീപ്പ്. 3 ദിവസം കൂടി ഇനി സത്യവാൻ ആയുസുള്ളൂ. സാവിത്രി തൻ്റെ ആഹാരവും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ചു. ഓൺ ദ 3rd day സത്യവാൻ സെറ്റ് ഔട്ട് ടു ദ ഫോറസ്റ്റ് ടു ഗാദർ ഫ്യൂൽ ആൻഡ് ഫ്രൂട്ട്സ്. 3-ാമത്തെ ദിവസം ഇപ്പോൾ സത്യവാൻ്റെ മാതാപിതാക്കൾക്കോ ഇതറിയില്ല അല്ലേ. ഇപ്പോൾ 3rd day ആയ ദിവസം, അതായത് സത്യവാൻ്റെ ആയുസ് തീരുന്ന ദിവസം സത്യവാൻ കുറച്ച് ഫ്യൂൽ, അതായത് വിറകാണല്ലോ അവരുടെ ഫ്യൂൽ, അപ്പോൾ ആ വിറകും ഫ്രൂട്ട്സൊക്കെ ശേഖരിക്കാനായി കാട്ടിലേക്ക് പോവുകയാണ്. സാവിത്രി ആൾസോ വെൻ വിത്ത് ഹിം, ഇപ്പോൾ സാവിത്രിയും സത്യവാനോടൊപ്പം പോയി. സീക്കിംഗ് പെർമിഷൻ ഫ്രം പാരൻസ് ഇൻ ലോ, അപ്പോൾ ഇൻലോസിനോട് പെർമിഷൻ വാങ്ങിച്ചു പോയി. ദേ വാക്ക് ത്രൂ ദ ചാമിങ് ഫോറസ്റ്റ്, അവരങ്ങനെ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ആഫ്റ്റർ സത്യവാൻ ഹാഡ് കട്ട് ഇൻ എ ഫയർ വുഡ് ആൻഡ് കളക്റ്റഡ് ഫ്രൂട്ട്സ്, ആ സത്യവാൻ ഫ്രൂട്ട്സും ഫയർവുഡും എല്ലാം കളക്ട് ചെയ്തു. ഈ സ്റ്റാർട്ടഡ് കംപ്ലൈനിങ് എബൌട്ട് എ സിവിയർ ഹെഡ് ഏക്ക്, പെട്ടെന്ന് സത്യവാന് ഭയങ്കരമായിട്ടുള്ള തലവേദന തുടങ്ങി, സിവിയർ ഹെഡ് ഏക്ക് തുടങ്ങി. ഹി ലേ ഡൗൺ വിത്ത് ഹിസ് ഹെഡ് ഓൺ സാവിത്രീസ് ലാബ്, ആ തലവേദന കാരണം സത്യവാൻ സാവിത്രിയുടെ മടിയിൽ തലവെച്ച് കടന്നു. സൂൺ സാവിത്രി സോ എ ഡാർക്ക് ഫോം വിത്ത് ബ്ലഡ് റെഡ് ഐസ് ന്യൂസ് ഇൻ ഹാൻഡ് അപ്രോച്ചിങ് ദം. പെട്ടെന്ന് സാവിത്രി കണ്ടാണ്, സാവിത്രി അത്രയും തപശക്തിയുള്ളതും ഒരു ഉത്തമയായ ഭാര്യയും പിന്നെ അത്രയും ഡിവൈൻ ലൈഫും ആണല്ലോ. അപ്പോൾ ആ സാവിത്രി കാണുകയാണ്, പെട്ടെന്ന് സാവിത്രിയുടെ മുന്നിൽ ഒരു ഡാർക്ക് ഫോം വിത്ത് ബ്ലഡ് റെഡ് ഐസ്, ഒരു ചോര കണ്ണുകളുള്ള ഒരു രൂപത്തെ കണ്ടു. ന്യൂസ് ഇൻ ഹാൻഡ്, കയ്യിലൊരു ന്യൂസും ഉണ്ട്, ഒരു ചാട്ടവാറ് പോലെ അങ്ങനെ ഒരു അതാണ് ന്യൂസ്. ഒരു കയർ അറ്റത്ത് കുരുക്കുള്ള ഒരു കയർ, അതാണ് ന്യൂസാണ്. അപ്രോച്ചിങ് ദം, അവരുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കണ്ടു. സാവിത്രി ജെൻ്റ്ലി പ്ലേസ്ഡ് സത്യവാൻസ് ഹെഡ് ഓൺ ദ ഗ്രൗണ്ട്, പതുക്കെ സാവിത്രി സത്യവാൻ്റെ തല മടിയിൽ നിന്ന് താഴെ വെച്ചു. സ്റ്റുഡ് അപ്പ്, എണീറ്റുന്നു. ആൻഡ് ബോയിങ് ടു ദ ഫോം, എന്നിട്ട് ആ രൂപത്തിൻ്റെ മുന്നിൽ കൈകൂപ്പി. ആൻഡ് സെറ്റ്, എന്നിട്ട് പറയണേ, സർ ഐ നോ യു ആർ എ ഗോഡ്, എനിക്കറിയാം നിങ്ങളൊരു ദൈവം, ഗോഡാണെന്ന്. പ്ലീസ് ടെൽ മീ വൈ യു ഹാവ് കം ഹിയർ, എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. ദാറ്റ് വാസ് യമ, അത് യമദേവനായിരുന്നു. ദ ഗോഡ് ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ ദേവൻ. ഹി ടോൾഡ് ഹെർ, സാവിത്രി, സിൻസ് യു ആർ എ പയസ് ലേഡി, നീ ഒരു പയസ് ലേഡിയാണ്, ഡിവോട്ടഡ് ടു യുവർ ഹസ്ബൻഡ്, നീ നിൻ്റെ ജീവിതം മുഴുവൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്തു. യു ഹാവ് ദ ഐസ് ടു സീ മീ ആൻഡ്, നിനക്കത് കാരണം എന്നെ കാണാൻ പറ്റും. സാധാരണക്കാർക്ക് മരണദേവനെ കാണാൻ കഴിയില്ല അല്ലേ. ആൻഡ് സോ ഐ ആം ടോക്കിംഗ് ടു യു, ഞാൻ നിന്നോട് സംസാരിക്കുകയാണ്. ഐ ഹാവ് കം ടു ടേക്ക് എവേ സത്യവാൻസ് ലൈഫ്സ് സിൻസ് ഹിസ് ടൈം ഈസ് അപ്പ്, ഞാനിപ്പോൾ സത്യവാൻ്റെ ജീവൻ എടുക്കാൻ പോവുകയാണ്, അവൻ്റെ സമയം കഴിഞ്ഞു. അപ്പോൾ സാവിത്രി പറയാണ്, ഫാദർ നോർമലി ഇറ്റ് ഈസ് യുവർ മെസ്സഞ്ചേഴ്സ് ഹു കം ടു ഡു ദിസ്, സാധാരണ താങ്കളുടെ മെസ്സഞ്ചേഴ്സ് അല്ലേ, ദൂതന്മാരല്ലേ സാധാരണ ജീവൻ എടുക്കാൻ വരാറുള്ളത്. വൈ ഹാവ് യു കം യുവർസെൽഫ്, എന്താ താങ്കൾ തന്നെ, യമദേവൻ തന്നെ വന്നിരിക്കുന്നത്, സാധാരണ ദൂതന്മാരാണല്ലോ ജീവൻ എടുക്കാൻ വരാറുള്ളത് എന്ന് പറയാണ്. സാവിത്രി, യുവർ ഹസ്ബൻഡ് ഹാസ് ഏൺഡ് എ ലോട്ട് ഓഫ് മെറിറ്റ് ഡ്യൂ ടു യുവർ ഡിവോഷൻ ഫോർ ഹിം, നിൻ്റെ ഹസ്ബൻഡ് ഏൺഡ് എ ലോട്ട് ഓഫ് മെറിറ്റ്, ഒരുപാട് നന്മകൾ ഏൺ ചെയ്തു നിൻ്റെ ഡിവോഷൻ കാരണം, നിൻ്റെ ഭക്തി കാരണം. നിൻ്റെ ഭർത്താവ് ഒരുപാട് നന്മ ഏൺ ചെയ്തു. സച്ച് എ ഗുഡ് സോൾ, അത് കാരണം നിൻ്റെ ഹസ്ബൻഡ് ഒരു വളരെ നല്ല സോളാണ്. മസ്റ്റ് ബി അറ്റൻഡഡ് ടു ബൈ മീ അലോൺ, അതുകൊണ്ട് ഞാൻ തന്നെ വേണം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ എടുക്കാൻ, ജീവൻ എടുക്കാൻ, കാരണം ഒരുപാട് നന്മയുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞു. യമ ടുക്ക് ദ ലിംഗ ശരീര ഓർ ദ സബ്റ്റിൽ ബോഡി ഓഫ് സത്യവാൻ ഇൻ ടു ഹിസ് ന്യൂസ് ആൻഡ് സ്റ്റാർട്ടഡ് വാക്കിംഗ് അവേ, അങ്ങനെ ആ ലിംഗശരീര എന്നുദ്ദേശിച്ചത് ജീവൻ, ആ ജീവൻ എടുത്തു
സത്യവാൻ്റെ ജീവൻ തൻ്റെ ന്യൂസ് കൊണ്ട് ആ കുരുക്ക് കൊണ്ട് യമൻ എന്നിട്ട് അതുകൊണ്ട് പോവുകയാണ്. മറ്റേത് അപ്പോൾ അത് ഡെഡ് ബോഡി ആയിക്കഴിഞ്ഞു അല്ലേ, ആ സത്യവാൻ്റെ ജീവൻ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഡെഡ് ബോഡി ആയിക്കഴിഞ്ഞു. സാവിത്രി ബിഗെയിൻ ടു ഫോളോ ഹിം, പക്ഷെ സാവിത്രി യമദേവനെ ഫോളോ ചെയ്തുകൊണ്ടേ പോയി. യമ ടോൾഡ് ഹർ, സാവിത്രി യുവർ ഹസ്ബൻഡ് ഈസ് ഡെഡ്, നിൻ്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞു സാവിത്രി. ഗോ ബാക്ക് ആൻഡ് പെർഫോം ദ റൈറ്റ്സ്, നീ എന്നിട്ട് പോയി ബാക്കി ആചാരങ്ങളൊക്കെ ചെയ്യാൻ പറയുകയാണ്. യു ക്യാൻ നോ മോർ ഗോ വിത്ത് യുവർ ഹസ്ബൻഡ്, നിനക്ക് നിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വരാൻ കഴിയില്ല, കാരണം മരിച്ചു കഴിഞ്ഞു. സാവിത്രി വുഡ് നോട്ട് ലിസൺ. ഷീ സെഡ് ഹർ ഡ്യൂട്ടി വാസ് ബൗണ്ട് വിത്ത് സത്യവാൻ ആൻഡ് സോ ഷീ വുഡ് ഗോ വെറെവർ ഹി വെൻറ്റ്. അപ്പോൾ സാവിത്രി പറയുകയാണ്, അതൊന്നും കേട്ടില്ല. എൻ്റെ ഡ്യൂട്ടി, എൻ്റെ സത്യവാൻ വാസ് ബോണ്ട് വിത്ത് സത്യവാൻ ആൻഡ് സോ ഷീ വുഡ് ഗോ വെറെവർ ഹി വെൻറ്റ്. സത്യവാൻ എവിടെ പോയാലും ഞാൻ അവിടെ എല്ലാം കൂടെ വരും എന്ന് പറഞ്ഞ് സാവിത്രി യമദേവൻ്റെ പിന്നാലെ പോവുകയാണ്. നോ എമൗണ്ട് ഓഫ് പെർസ്യൂഷൻ വർക്ക്ഡ്. എന്തെല്ലാം തരത്തിൽ യമദേവൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സാവിത്രി പിന്മാറിപ്പോയില്ല. സാവിത്രി പെർസ്യൂഡ് യമ ഹു വാസ് ക്യാരിയിങ് ഹെർ ലോഡ്സ് ലൈഫ്. സാവിത്രി വീണ്ടും നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് യമദേവനോട് ആ ജീവൻ തിരിച്ചു തരാനായിട്ട്. സെയിങ് സാവിത്രീസ് ഡിവോഷൻ യമ സെഡ്. അപ്പോൾ സാവിത്രിയുടെ ആ ഡിവോഷൻ, ഭക്തി കണ്ട് യമദേവൻ പറയുകയാണ്, ഓക്കെ ഐ ഷാൽ ഗ്രാൻഡ് യു എ ബൂൺ, ആസ്ക് ഫോർ എനിത്തിങ് അതർ ദാൻ സത്യവാൻസ് ലൈഫ്. അപ്പോൾ യമദേവൻ പറയുകയാണ്, ഞാൻ നിനക്കൊരു വരം തരാം, പക്ഷെ അത് സത്യവാൻ്റെ ജീവിതം മാത്രം നീ ചോദിക്കരുത്, ബാക്കി എന്തും ഞാൻ നിനക്ക് തരാമെന്ന്. സാവിത്രി ആസ്റ്റ്, ദെൻ മേ മൈ ഫാദർ ഇൻ ലോ ഗെറ്റ് ബാക്ക് ഹിസ് ലോസ്റ്റ് സൈഡ്. എന്നാൽ എൻ്റെ ഇൻലോന്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സൈറ്റ് തിരിച്ചു കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കൊടുക്കണം. യമ ഗ്രാൻഡഡ് ഇറ്റ്. അപ്പോൾ യമദേവൻ കാഴ്ചശക്തി തിരിച്ചു കൊടുത്തു. കണ്ടിന്യൂഡ് ഓൺ ഹിസ് വേ, വീണ്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ സാവിത്രി കണ്ടിന്യൂഡ് ടു ഫോളോ ഹിം. സാവിത്രി വീണ്ടും കണ്ടിന്യൂ ചെയ്തു യമദേവനെ. യമ വൺസ് അഗെയിൻ ആസ്ക്ഡ് ഹെർ ടു ഗോ ബാക്ക്. ഒരിക്കൽ കൂടെ പറഞ്ഞു, തിരിച്ചു പോ. സാവിത്രി സെറ്റ്, മൈ ഡ്യൂട്ടി ഈസ് വിത്ത് മൈ ഹസ്ബൻഡ്, ടേക്ക് ഹിം വെയർ എവർ യു വാണ്ട്, ഐ ഷാൽ ഗോ ദർ ടു ബി വിത്ത് ഹിം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടുള്ള എൻ്റെ ഡ്യൂട്ടി അവസാനിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എവിടെ കൊണ്ടുപോയാലും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വരും എന്ന് പറയുകയാണ് സാവിത്രി അപ്പോൾ യമദേവനോട്. ബട്ട് യുവർ ടൈം ഈസ് നോട്ട്, പക്ഷെ നിൻ്റെ സമയം ആയിട്ടില്ല, സമയമാകുമ്പോഴാണ് യമദേവൻ കൊണ്ടുപോവുക അല്ലേ. ആൻഡ് യു കനോട്ട് കം ടു യമലോക, നിനക്ക് യമലോകത്തിലേക്ക് വരാറായിട്ടില്ല എന്ന് സാവിത്രിയോട് പറയാണ്. ദെൻ യമ ഒഫേർഡ് എ സെക്കൻഡ് ബോൺ. അപ്പോൾ യമദേവൻ രണ്ടാമതൊരു വരം കൂടെ സാവിത്രിക്ക് കൊടുത്തു. സാവിത്രി ആസ്ക്ഡ് ദാറ്റ് ഹെർ ഫാദർ ഇൻ ലോ ഗോട്ട് ഹിസ് ലോസ്റ്റ് കിങ്ഡം ബാക്ക്. എന്നാൽ എൻ്റെ ഇൻലോന്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കിങ്ഡം തിരിച്ചു കൊടുക്കണം. യമ ഗ്രാൻഡഡ് ഇറ്റ് ആൻഡ് പ്രൊസീഡഡ്. യമദേവൻ അവരുടെ രാജ്യവും തിരിച്ചു കൊടുത്തു. ബട്ട് സാവിത്രി ആൾസോ ഫോളോ. എന്നിട്ടും സാവിത്രി അവരോടൊപ്പം നടന്നുകൊണ്ടേയിരുന്നു, യമദേവനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഷീ സ്പോക്ക് ഹൈലി ഫോർ യമ ഹു മെയിൻറ്റെയിൻഡ് ധർമ്മ. പിന്നെയും യമദേവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. യമ വാസ് പ്ലീസ്ഡ് ആൻഡ് ഹി ഓഫേർഡ് ടു ഗീവ് ഹെർ യെറ്റ് അനദർ ബോൺ. അപ്പോൾ ഒരു വരം കൂടെ ചോദിച്ചോളാൻ പറയാണ്. എനിത്തിങ് അതർ ദാൻ സത്യവാൻസ് ലൈഫ്. സത്യവാൻ്റെ ജീവിതം അല്ലാതെ എന്ത് വേണമെങ്കിൽ ചോദിക്കാൻ പറയുകയാണ്. സാവിത്രി സെഡ്, മേ മൈ ഫാദർ ഹു ഹാസ് നോ സൺസ് ഹാവ് 100 ബ്രേവ് സൺസ്. എൻ്റെ അച്ഛന് ആൺമക്കളില്ല, അതുകൊണ്ട് എൻ്റെ അച്ഛന് 100 നല്ല ധീരന്മാരായ ആൺമക്കൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. യമ ഗ്രാൻഡഡ് ഇറ്റ് ഇൻസ്റ്റൻ്റ്. യമൻ അതും കൊടുത്തു. സാവിത്രി ബിഗെയിൻ പ്രൈസിങ് ലോർഡ് യമ ആൻഡ് ഹിസ് അദർനെസ് ടു ജസ്റ്റിസ്, സർപ്രൈസ്ഡ് ബൈ ഹെർ ഫിലോസഫിക്കൽ ടോക്ക്. സാവിത്രിയുടെ ആ ഫിലോസഫിക്കൽ ടോക്കുകൾ കേട്ട് അത്ഭുതം തോന്നിയിട്ടുള്ള യമദേവൻ ഗേവ് ഹെർ എ 4th ബോൺ, ഒരു 4ാമതായിട്ടൊരു വരം കൂടെ കൊടുത്തു. എനിത്തിങ് എക്സെപ്റ്റ് സത്യവാൻസ് ലൈഫ്. സത്യവാൻ്റെ ജീവനല്ലാതെ ഒരു വരം കൂടെ കൊടുത്തു. സാവിത്രി ആസ്ക്ഡ് ഫോർ എ ബൂൺ ഓഫ് 100 സ്ട്രോങ് ആൻഡ് പവർഫുൾ സൺസ് ഫോർ ഹെർസെൽഫ്. അപ്പോൾ തനിക്കും ഒരു 100 മക്കളെ, നല്ല പവർഫുള്ളായിട്ടുള്ള മക്കളെ വേണമെന്ന് സാവിത്രി ആവശ്യപ്പെടുകയാണ്. യമ ഗ്രാൻഡഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. യമദേവൻ അതും കൊടുത്തു. സാവിത്രി കണ്ടിന്യൂഡ് ടു ഫോളോ ഹിം ആൻഡ് ആൾസോ കണ്ടിന്യൂഡ് ഹെർ ഡിസ്കോഴ്സ് ഓൺ വെർച്യൂസ്. സാവിത്രി വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു യമദേവനെ. യമ വാസ് പ്ലീസ്ഡ് ഫർദർ മോർ, ഓ ചേസ് ലേഡി ആസ്ക് ഫോർ ആൻ ഇൻകംപാരബിൾ ബൂൺ.
ഓ നീ ഒരു വരം കൂടെ ചോദിച്ചോളാൻ. അപ്പോൾ യമദേവൻ വീണ്ടും പറയാണ് സാവിത്രിയോട്, ഫാദർ യു ഹാവ് ഗ്രാൻറ്റഡ് ആൾ മൈ വിഷസ് ഇൻക്ലൂഡിങ് ദ വിഷ് ടു ഹാവ് 100 സൺസ്. എല്ലാ വിഷസും എനിക്ക് ഗ്രാൻഡ് ചെയ്ത് തന്നു, പക്ഷെ എനിക്ക് 100 മക്കളെ മാത്രം അങ്ങ് ഗ്രാൻഡ് ചെയ്ത് തന്നിട്ടില്ല, ആ ഒരു വരം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് സാവിത്രി അപ്പോൾ പറയുകയാണ് യമദേവന്. ആൾ ദ വിഷസ് എക്സെപ്റ്റ് സത്യവാൻസ് ലൈഫ്, ബട്ട് ദെൻ ഹൗ വിൽ യു പ്രീവിയസ് ബോൺ ബെയർ ഫ്രൂട്ട്. സത്യവാൻ്റെ ജീവൻ തരാതെ എങ്ങനെയാണ് ആ വരം ഫലിക്കുന്നത്? ഇഫ് സത്യവാൻ ഡസ് നോട്ട് ഗോ ബാക്ക് വിത്ത് മീ ഹൗ വിൽ ഐ എവർ ഹാവ് 100s. സത്യവാൻ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ 100 മക്കളുണ്ടാവും എന്ന് സാവിത്രി യമദേവനോട് ചോദിക്കുകയാണ്. ഹെൻസ് ഐ ആസ് മൈ ഇൻകമ്പാരബിൾ ബൂൺ ഗിവ് ബാക്ക് സത്യവാൻസ് ലൈഫ്. എനിക്ക് എൻ്റെ സത്യവാൻ്റെ ജീവൻ തിരിച്ചു തരൂ എന്ന് സാവിത്രി ആവശ്യപ്പെടുകയാണ്. യമ വാസ് കൺസേൺഡ്. യമ വാസ് cornered. He released Satyavan's life from the news and went back to his loka. അവസാനം യമദേവൻ തോറ്റുപോയി സാവിത്രിയുടെ മുന്നിൽ. സത്യവാൻ്റെ ജീവിതം ആ ന്യൂസിൽ നിന്ന് വേർപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് യമദേവൻ്റെ ലോകത്തിലേക്ക് തിരിച്ചുപോയി. സാവിത്രി റിട്ടേൺ ടുവേഴ്സ് സത്യവാൻസ് ബോഡിയിൽ. സാവിത്രി അങ്ങനെ സത്യവാൻ്റെ ബോഡി കടന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. ഷീ ടുക്ക് ഹിസ് ഹെഡ് ഓൺ ഹെർ ലാപ്പ്. എൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചു സത്യവാൻ്റെ തല. സത്യവാൻ റോസ് ആസ് ഇഫ് ഫ്രം എ ഡീപ് സ്ലീപ്പ്. നല്ലൊരു ഉറക്കത്തിൽ നിന്ന് എണീറ്റമായി സത്യവാൻ എണീറ്റു. ഇത് ഹിസ് ഹെഡേക്ക് ഗോൺ. ഹെഡേക്ക് പോയിരുന്നു. ഹി ഫെൽറ്റ് ആസ് ഇഫ് ഹി ഹാഡ് എ സ്ട്രേഞ്ച് ഡ്രീം ഓഫ് എ ഡാർക്ക് ഫിഗർ. സത്യവാന് ഒരു സ്വപ്നം കണ്ട പോലെ തോന്നി. കമ്മിങ് നിയർ ഹിം വിത്ത് ന്യൂസ് ഇൻ ഹാൻഡ്. കയ്യിലൊരു ന്യൂസ് പിടിച്ച് വരുന്ന ആ ഒരു സ്ട്രേഞ്ച് ഫിഗറിനെ കണ്ട ഒരു ഡ്രീം ഉണ്ടായ മാതിരി സത്യവാന് അനുഭവപ്പെട്ടിരുന്നു. സാവിത്രി ഹെൽപ്പ് സത്യവാൻ റൈസ് ആൻഡ് ഗോ ബാക്ക് ടു ദ ഹെർമിറ്റേജ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. ദ കിങ് വാസ് സർപ്രൈസ്. കിങ് ആകെ അത്ഭുതപ്പെട്ടിരുന്നു. ആസ് ഹി ഹാഡ് ഗോട്ട് ഹിസ് ഐ സൈറ്റ് ബാക്ക്. കാഴ്ചശക്തി തിരിച്ചു കിട്ടിയിരുന്നു. ഹി സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫെർവെൻ്റ്ലി ഫോർ സാവിത്രി ആൻഡ് സത്യവാൻ. സാവിത്രിയും സത്യവാനെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹെർമിറ്റ്സ് ഫ്രം നൈബർഹുഡ് ആൾസോ ജോയിൻഡ് ഇൻ. അപ്പോഴേക്കും അടുത്തുള്ളവർ ആശ്രമത്തിലുള്ളവരെല്ലാം അവിടെ ജോയിൻ ചെയ്തിരുന്നു. ഷോർട്ട്ലി ആഫ്റ്റർ സത്യവാൻ സാവിത്രി അറൈവ്ഡ്. രണ്ടുപേരും വന്നു. ആൾ ദാറ്റ് ഹാപ്പൻ വാസ് റിലേറ്റഡ് ടു ആൾ ഓഫ് ദം. സൂൺ ദ കിങ്സ് ഓൾഡ് മിനിസ്റ്റേഴ്സ് കം ടു ഇൻഫോം ഓഫ് ദ ഡെത്ത് ഓഫ് ദ usurper king and invited him to become the king again. അപ്പോൾ ആ സമയത്ത് തന്നെ മന്ത്രിമാർ തിരിച്ചു വന്ന് രാജ്യം തിരിച്ചെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അതായത് അവരുടെ എനിമിയുടെ മരണം നടന്നു കഴിഞ്ഞിരുന്നു. സാവിത്രി റെസ്ക്യൂഡ് ഹെർ ഹസ്ബൻഡ്. സാവിത്രിയാണ് തൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയത്. പാരൻസ് ഇൻ ലോ ആൻഡ് പാരൻസ് ഫ്രം ദ ഫേറ്റ് ആൻഡ് മിസ്ഫോർച്യൂൺസ് ബൈ ദ പവർ ഓഫ് ഹെർ chastity and austerity. സാവിത്രി റെസ്ക്യൂഡ് ഹെർ ഹസ്ബൻഡ്. പാരൻസ് ഇൻ ലോ. സാവിത്രി തൻ്റെ ഹസ്ബൻഡിനെയും ഇൻലോസിനെയും പാരൻസ് ഇൻലോനെയും ആൻഡ് പാരൻസ് ഫ്രം ദെയർ ഫേറ്റ്. അവരുടെ വിധിയിൽ നിന്നും അവരുടെ ദുരിതങ്ങളിൽ നിന്നും എല്ലാം രക്ഷിച്ചു സാവിത്രി. എങ്ങനെ? ബൈ ദ പവർ ഓഫ് ചേസ്റ്റിറ്റി ആൻഡ് ഓസ്റ്ററിറ്റി. തൻ്റെ പവർ കൊണ്ട്, തൻ്റെ ആ നന്മ കൊണ്ട്, തൻ്റെ വെർച്യൂസ് കൊണ്ട്, തൻ്റെ ആ ഒരു ഉറച്ച വിശ്വാസം കൊണ്ട്, തൻ്റെ ധൈര്യം കൊണ്ട്, എല്ലാ ഗുണങ്ങളും കൊണ്ട് സാവിത്രി അവർ രക്ഷിച്ചിരിക്കുന്നു തൻ്റെ കുടുംബത്തെ മുഴുവനും. ഓക്കെ ചിൽഡ്രൻ, യു റീഡ് ദിസ് story.